വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ज्योति में चलना करके इस विषय में थोड़ा मनन करते हैं आज. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം അല്ലെങ്കിൽ വചനം ജഡമായി തീർന്നതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. हम लोग इतना दिनों से जो मसीह हमारे विषय में जो कार्य किया और मसीह हमारे लिए शरीर में रूप धारण लेकर आया, ये सब विषयों में जो इतना दिन से हम सोच रहे थे, उसी का कंटिन्यूएशन है आज का विषय भी. യേശുക്രിസ്തു മാത്രമാണ് പൂർണ്ണ വെളിച്ചത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചത്. यीशु मसीह ही एकमात्र ऐसा मनुष्य है जिसने संपूर्ण रीति से ज्योति में रहा. നമ്മൾ വെളിച്ചത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. യേശുക്രിസ്തു വെളിച്ചത്തിൽ ജീവിച്ചതിന്റെ ബേസിൽ നമ്മൾ എങ്ങനെയാണ് വെളിച്ചത്തിൽ ജീവിക്കുന്നത് എന്ന് യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ അതിന്റെ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് വായിച്ചുകൊണ്ട് തുടങ്ങാം. तो इसके लिए हम लोग अभी किस रीति से हमें ज्योति में जीना है करके उस विषय में हम देखेंगे. यीशु मसीह किस तरह ज्योति में जिया बना रहा, उसी के आधार पर देखते हुए हम अभी कैसा ज्योति में जीना चाहिए वो हम देखते हैं. उसका आधार के लिए हम लोग 1 जॉन 1:7 में हम देखते हैं. ओके, അവിടെ അതിന്റെ 7 വായിക്കുന്നത് 7 में हम इस तरह पढ़ते हैं. पर यदि जैसा वह ज्योति में है वैसे ही हम भी ज्योति में चले तो एक दूसरे से सहभागिता रखते हैं और उसके पुत्र यीशु का लहू हमें सब पापों से शुद्ध करता है. ओके, അപ്പോൾ കർത്താവ് ഇപ്പോൾ പ്രകാശത്തിൽ ഇരിക്കുകയാണ്. अभी हम जानते हैं कि हमारा प्रभु अब ज्योति में है. അവൻ നടന്ന് അവന്റെ ആ കോഴ്സ് ഫിനിഷ് ആക്കി. प्रभु ने इस दुनिया में उनको जब ज्योति में जीने का जो भी जरूरत का बातें था वो सब बातों को पूरा कर दिया है. ഇനി അവന്റെ ശരീര അവയവങ്ങളെ ആ ഒരു പ്രകാശത്തിലേക്ക് നടക്കാൻ അവൻ വിളിക്കുകയാണ്. और अभी उनके बाकी शरीर के अंगों को इसी ज्योति पे चलने के लिए सबको बुला रहा है. അപ്പോൾ അതിനുള്ള ബന്ധത്തിൽ നമുക്കൊരു വെളിച്ചം കിട്ടിയാൽ ആ നടപ്പ് വളരെ അനുഗ്രഹമാണ്. നമ്മുടെ നിത്യതയെ നമ്മുടെ തേജസ്സിനെയൊക്കെയും ബാധിക്കുന്നതാണ് ഈ നടപ്പ്. तो अगर उस विषय में हमारा इस चाल चलन के विषय में जो ज्योति में चलना है उस विषय में यदि अगर हमको सच्चा प्रकाश मिले, सच्चा अंडरस्टैंडिंग मिलेगा तो वो बहुत काम आएगा, क्योंकि उस ज्योति में चलने का हिसाब से ही रहेगा हमें आगे चलकर मिलने वाला महिमा और प्रकाश का और आदर की बातें. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ വെളിച്ചം എന്താണെന്ന് അതെന്താണ് എന്ന് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. इसलिए सबसे पहली बात ये ज्योति क्या है वो हम देखेंगे. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അത് വചനം ജഡമായി തീർന്നതിനോടുള്ള അനുബന്ധമായിട്ടാണ് ദൈവദാസൻ അത് വെളിപ്പെടുത്തുന്നത്. तो हम देखते हैं कि वो ज्योति वचन जो है ज्योति बन गया करके യോഹന്നാൻ का सुसमाचार हम जो पढ़ते हैं उसी के आधार पर है. അപ്പോൾ അവിടെ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നതും യോഹന്നാന്റെ ലേഖനം ആരംഭിക്കുന്നതും തമ്മിൽ വളരെ ലിങ്ക് ഉണ്ട്. വളരെ ആശയപരമായ രീതിയിൽ പരിശുദ്ധാത്മാവ് വളരെ സത്യം അവിടെ വെളിപ്പെടുത്തുകയാണ്. हम जब यूहन्ना का सुसमाचार पढ़ते समय में और यूहन्ना का लेखा पत्र पढ़ते समय में दोनों में समानताएं हैं और पवित्र आत्मा ये दोनों बात इधर लिखा हुआ दोनों पत्रों की बातों को कुछ विषय वहां पर रखा है सुसमाचार और ये पत्र में. അപ്പൊ ആദ്യം നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ ഒരു വാക്യം ആദ്യത്തെ ഭാഗം നമുക്ക് വായിക്കാം. सबसे पहला हम देखते हैं जो यूहन्ना का सुसमाचार 1:4 में हम पढ़ते हैं. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. सबसे पहला हम पढ़ते हैं कि उसमें जीवन था. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. और वह जीवन मनुष्य की ज्योति थी. അപ്പൊ ഇവിടെ നമ്മള് കാണേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ആശയം നമ്മുടെ ഹൃദയത്തിൽ ഓൾറെഡി ഉണ്ട്. എന്താണ് ലൈഫ്? तो जीवन क्या है करके इस बात के बारे में थोड़ा अवस्था या थोड़ा बातें हम जानते हैं कि जीवन क्या है करके. എന്നാൽ അത് ആ ലൈഫ് മനുഷ്യനിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ അതേ ആ ലൈഫ് നിത്യജീവനാണ്. കർത്താവിന്റെ ഈ ലൈഫ് ഇൻ ഹിം വാസ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്ന നിത്യജീവനെ കുറിച്ചാണ്. ആ നിത്യജീവൻ മനുഷ്യരുടെ ഹൃദയത്തിൽ എത്തുമ്പോൾ അത് വെളിച്ചമാണ്. तो हम जानते हैं कि ये जो जीवन का जो बात चल रहा है वो अनंत काल का जीवन के बारे में है, जो प्रभु स्वयं है. ये अनंत काल का जीवन जब मनुष्य के अंदर आता है या मनुष्य के हृदय में जब स्पर्श करता है वो मनुष्य के लिए ज्योति बन जाता है. അപ്പൊ ഇവിടെ നമ്മള് ജീവനെ കുറിച്ചുള്ള ആസ്പെക്ട് അത് വെളിച്ചമാണെന്ന് കാണാത്ത കാലത്തോളം ജീവനെ കുറിച്ചുള്ള ഒരു ശരിയായ അർത്ഥം നമുക്ക് ഗ്രഹിച്ചിട്ടില്ല.
तो अभी यदि इस जीवन का विषय में अगर देखते समय में ये जीवन अगर ज्योति है करके इस नजरिए से अगर हम देखेंगे नहीं तो ये जीवन हमारे लिए जीवन का अनुभव का कार्य नहीं करेगा. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് നമ്മുടേതായിരിക്കുന്ന മാനുഷിക നിലയിൽ ജഡത്തിൽ ഒരു അറിവുണ്ട്, ലോക മനുഷ്യർക്കും ലൈഫ് എന്ന് പറഞ്ഞ ഒരു അറിവുണ്ട്. എന്നാൽ ഇവിടെ നമുക്കറിയാം, നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിപ്പം ഒരു കാര്യം ഉറക്കെ പറഞ്ഞാൽ ലൈഫ് ഉണ്ട്, വളരെ സ്ലോയി പറഞ്ഞാൽ ലൈഫ് ഇല്ല. അങ്ങനെ ഒരു നിലയിൽ ലൈഫിനെ കാണുന്നത് കൊണ്ട് എന്താണ് ദൈവം ഉദ്ദേശിച്ചത് യേശുക്രിസ്തുവിനെ മനുഷ്യാവതാരത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. तो हमें जीवन क्या है बोलते समय में स्वाभाविक रीति से हमें थोड़ा जानकारी रहता है और उस समझ में हम लोग बैठे रहते हैं. यहाँ तक कि अन्य जातियों को जिसमें परमेश्वर का जीवन नहीं है उन लोग को भी मालूम है कि जीवन है करके. स्वाभाविक रीति से देखा जाए तो कभी कभी हम लोग ऐसा बोलते हैं ना, ये आदमी बहुत जोर से बात कर रहा है इसलिए देखो कितना जान है, कितना जीवन है, ये आदमी कितना हल्लू बोल रहा है इसमें जीवन नहीं है. इस रीति से हम लोग सब जीवन के विषय में हम लोग अर्थ निकालते हैं. परंतु प्रभु यीशु मसीह जब इस दुनिया में जीते समय में सच्चा जीवन का अनुभव में जीने वाला ये प्रभु यीशु मसीह क्या कहता है या उनका अवस्था क्या है वो हमें देखना है. അപ്പൊ അവന് ഇരിക്കുന്നതിന് മുൻപേ അവൻ ഈ ഭൂമിയിൽ നടക്കുകയായിരുന്നു. हम देखते हैं कि प्रभु इस दुनिया में वो बैठने से पहले वो चला, അവന് ജീവൻ ഉണ്ടായിരുന്നു. क्योंकि उनमें जीवन था. ആ ജീവൻ അവന്റെ സ്വഭാവ രീതി അനുസരിച്ച് വളരെ ശാന്തനായ ഒരു പ്രകൃതിയാണ് യേശുവിനുള്ളത്. और उस जीवन का खासियत यह है कि प्रभु बहुत ही एक सौम्य और नम्र व्यक्ति था. അവന് പ്രാർത്ഥിക്കുമ്പോഴും വളരെ സൗമ്യയാണ്. वो प्रार्थना करते समय भी बहुत ही नम्र है. അപ്പൊ ഉറക്കെ പറയുക എന്നുള്ളതാണ് ജീവന്റെ പ്രകടനം എന്നുള്ളത് തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. तो फिर ये बात बोलना कि जो आदमी जोर से बात करता है या जोर से कुछ बातों को प्रकट करता है, ये सब बातें एक बहुत बड़ा गलतफहमी की बात है. അപ്പൊ നമ്മൾ അവിടെ 5-ാം വാക്യത്തിൽ അതിന് ശരിക്കും ഡെഫിനിഷൻ ഉണ്ട്. और उसमें 5वां वाक्य में हम उसका अर्थ को और थोड़ा गहराई से हम देख सकते हैं. ഇരുട്ടിനെ പിടിച്ചടക്കാൻ കഴിയാത്ത ഒന്നാണ് ലൈറ്റ്. ये जीवन का खासियत ये है कि अंधकार उसे ग्रहण नहीं कर सकता, अंधकार उसको पकड़ कर रख नहीं सकता. എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ ഒരിക്കലും ഈ അതിനെ കോൺക്വർ ചെയ്യാനോ പിടിച്ചടക്കാനോ കീഴ്പ്പെടുത്താനോ കഴിയാത്ത നേച്ചറാണ് ഈ ലൈഫ് ആകുന്ന ലൈറ്റിനുള്ളത്. तो ये जो ज्योति का जो जीवन है, यानी कि ये जीवन जो हमारे अंदर आते समय में ज्योति बन जाता है, ये ज्योति का जीवन का खासियत ये है कि अंधकार इसे कभी समझ नहीं सकता, इसे ग्रहण कर नहीं सकता, उसको कब्जा नहीं कर सकता, उसके ऊपर आक्रमण करके विजय प्राप्त नहीं कर सकता. അപ്പം കർത്താവിന്റെ ജീവൻ നമുക്ക് എന്താണ്? तो प्रभु का जीवन हमारे लिए क्या है? നമുക്ക് ലൈറ്റ് ആണ്. हमारे लिए ज्योति है. കാരണം ഈ ലൈഫും ലൈറ്റും ഒരുമിച്ച് പോവുകയാണ്. क्योंकि यह ज्योति और जीवन एक साथ चलने वाली बात है. അപ്പം നമുക്ക് ജീവൻ ഉണ്ടെന്ന് പറയുകയും പ്രകാശം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവം ഉദ്ദേശിച്ച ലൈഫ് അല്ല. तो जीवन है करके बोलते हैं परंतु ज्योति नहीं है बोला तो फिर परमेश्वर ने जो उद्देश्य रखा है, जो जीवन आते समय में ज्योति बन जाता है, वो अवस्था अभी तक हमारे अंदर हुआ नहीं. അപ്പം നമുക്ക് അവിടെ ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ 3:19 में यूहन्ना का सुसमाचार 3:19 में हम पढ़ते हैं. ഈ പ്രകാശം അതിന്റെ ഫുൾ കൾമിനേഷനിലായിരുന്നു യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ये ज्योति जो उसको पूर्णता में संपूर्णता का दशा में था जब प्रभु यीशु मसीह मनुष्य बनकर इस दुनिया में आते समय में. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് വെളിച്ചമാണ്. तो इसके लिए हम पवित्र आत्मा जब आएगा वो पाप के विषय में, धार्मिकता के विषय में, न्याय के विषय में जब व्यक्तियों को निरुत्तर करेगा, बोध्य करेगा, वो ज्योति के आधार पर है. അപ്പോൾ തന്നെ അത് ലൈഫുമാണ്. और उसी समय में वो जीवन भी है. അപ്പോൾ ഇവിടെ കർത്താവ് ന്യായവിധിയെ കുറിച്ച് പറയുകയാണ്. നമ്മള് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. उसका यहाँ पर दंड के विषय में जब प्रभु बोलते हैं समय में वहां पर 3:18 में हम देखते हैं. അവിടെ അതിന്റെ 19-ാം വാക്യം ആദ്യം വായിക്കാം. सॉरी 19 पहला पढ़ना. और दंड की आज्ञा का कारण यह है कि ज्योति जगत में आई है और मनुष्य ने अंधकार को ज्योति से अधिक प्रिय जाना क्योंकि उनके काम बुरे थे. ഇത് കർത്താവ് ഭൂമിയിൽ ജീവിച്ച കാലത്തെ കുറിച്ച് പറയുകയാണ്. ये प्रभु जब इस दुनिया में जीते समय में उस टाइम में अवस्था क्या था वो बता रहा है. അവൻ കംപ്ലീറ്റ് വെളിച്ചമായിരുന്നു. प्रभु यीशु मसीह संपूर्ण ज्योति था. അപ്പോൾ തന്നെ 100% ജീവനുമായിരുന്നു. और उसी समय में संपूर्ण रीति से जीवन भी था. എന്നാൽ കർത്താവ് വന്നതിന്റെ ഉദ്ദേശം മനുഷ്യർ ന്യായവിധിയിലായി പോകാതെ, ദൈവത്തിന്റെ ന്യായവിധിയിലായി പോകാതെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ള
ആ പ്രകാശമാണ് അവന് ജീവനായി കിട്ടുന്നത്. Amen. इसके लिए हमारा परंतु हम जब मनुष्य दंड की आज्ञा में अवस्था में बने रहते समय में प्रभु यीशु मसीह का उद्देश्य ये था कि मनुष्य जो दंड की आज्ञा से उन लोगों को किसी तरह बचा सके, उनको छुटकारा दे सके। ये छुटकारा देने के विषय में हम देखते हैं वो ज्योति बनकर आया जो हमारे लिए जीवन का कारण बना। അവിടെ അതിന്റെ 17ാം വാക്യം, उसका 17वां वाक्य में हम पढ़ते हैं, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. എന്നിട്ട് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. 17-18 पढ़ेंगे। परमेश्वर ने अपने पुत्र को जगत में इसलिए नहीं भेजा कि जगत को दंड की आज्ञा दे, परंतु इसलिए कि जगत उसके द्वारा उद्धार पाए। जो उस पर विश्वास करता है उस पर दंड की आज्ञा नहीं होती, परंतु जो उस पर विश्वास नहीं करता वह दोषी ठहर चुका, इसलिए कि उसने परमेश्वर के इकलौते पुत्र के नाम पर विश्वास नहीं किया। അപ്പോൾ നമ്മൾ ഇനിയും ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നമ്മൾ സഭ അല്ലെങ്കിൽ വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ മറക്കണ ഏകജാതൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മാത്രമാണ് ഈ വെളിച്ചത്തിന്റെ ഫുൾ കൾമിനേഷനിൽ ജീവിച്ചത്. तो इसके लिए हमें समझना अभी कलीसिया इस विषय में ज्योति में कैसा चल सकते हैं, इस अवस्था को हमें जानना चाहिए। क्योंकि यहाँ पर एकलौता पुत्र करके बोलते समय में वो प्रभु यीशु मसीह के बारे में बोला गया है, और वो एकलौता पुत्र प्रभु यीशु मसीह ही सच्चा ज्योति में चला है। അപ്പൊ ഇവിടെ നമ്മൾ ഇനി അതിന്റെ അവിടെ 19ാം വാക്യത്തിന്റെ അവസാനം അല്ലെങ്കിൽ 19-20 വാക്യം ഒന്ന് വായിക്കാം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും ആ വെളിച്ചം ലോകത്തിൽ നിന്ന് വന്നത് കർത്താവായ യേശുക്രിസ്തു. 19 में जब हम पढ़ते समय में हम देखते हैं कि दंड की आज्ञा का कारण वो यह है कि ज्योति जगत में आया है। तो ज्योति जगत में आया है करके बोलते समय में प्रभु यीशु मसीह जगत पर आया है। മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ, और मनुष्य का जो सारा कार्य क्या है, बुरा है। എന്ന് പറഞ്ഞാൽ അത് ഇരുട്ടാണ്. മനുഷ്യന്റെ പ്രവൃത്തി ഇരുളാണ്. मतलब बुरा है मतलब क्या, पूरा अंधकार से भरा हुआ है, उनका काम ही अंधकार है। യേശുക്രിസ്തുവിന്റെ ജീവൻ മുഴുവനും വെളിച്ചമാണ്. परंतु यीशु मसीह का जो भी जीवन है वो ज्योति है। ഈ അന്ധകാരമുള്ള ഈ മനുഷ്യ ഹൃദയത്തെ പ്രകാശകമയമാക്കാനാണ്, അല്ലെങ്കിൽ മരണത്തിന് വിധേയമായ ജീവനെ നിത്യജീവനാക്കാനാണ് ദൈവപുത്രൻ വന്നത്. तो ये जो अंधकार से भरा हुआ मनुष्य के हृदय को ज्योतिमय करने के लिए, और ये मरणहार का अवस्था में बना हुआ ये मनुष्य का जीवन में जीवन का अनंत काल का जीवन से भर देने के लिए प्रभु यीशु मसीह जगत पर आया। അപ്പൊ ന്യായവിധി വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇരുളായ നമ്മൾ വെളിച്ചത്തിലേക്ക് വരണം. तो ये दंड की आज्ञा अगर हमसे बचना है तो क्या करना पड़ेगा? हम जो अंधकार है हमें ज्योति में आना पड़ेगा। അവിടെ 20ാം വാക്യം വായിക്കുമ്പോൾ उसका 20वां वाक्य जब हम पढ़ते हैं, തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പഹിക്കുന്നു. पढ़ेंगे, क्योंकि जो कोई बुराई करता है वो ज्योति से बैर रखता है। हाँ बस। എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? उधर हम उसका मतलब क्या है? ഏതെങ്കിലും ഒരു പാപി യേശുക്രിസ്തുവിലേക്ക് വരുന്നുവെങ്കിൽ, कोई भी एक पापी अगर यीशु मसीह की ओर आता है, അവന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരണം എന്ന് പറഞ്ഞാൽ ആ വരുന്ന വ്യക്തിയുടെ പ്രവൃത്തി എക്സ്പോസ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞാൽ അവൻ പാപിയാണെന്നും ആ പാപിയുടെ ആ അന്ധകാരത്തെ നീക്കുന്നവനാണ് യേശുക്രിസ്തു എന്നും അവൻ ഗ്രഹിക്കുന്നതിനെയാണ് ഇവിടെ രക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത്. तो यहाँ पर उद्धार का मतलब क्या है? ये जो व्यक्ति, जो एक पापी जब प्रभु यीशु मसीह के पास आते समय में उसका अंधकार का काम, जो काम उसका बुरा काम है, अंधकार का काम है, वो प्रकट हो जाता है, वो व्यक्त हो जाता है, स्पष्ट हो जाता है। ये बात जब स्पष्ट होते समय में उसको एहसास होता है कि मैं पापी हूँ। यही है प्रभु का सच्चा जीवन का कार्य। जब प्रभु एक व्यक्ति पापी के अंदर ज्योति का कार्य करते समय में, यदि अगर वो व्यक्ति को ये एहसास नहीं हो रहा है कि उसका काम बुरा है करके और उसको ज्योति का जरूरत है करके, तो उसको उद्धार नहीं मिलेगा। അപ്പോൾ ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ അവൻ കാണുകയാണ് ഞാൻ മഹാപാപിയാണ്. तो वो मसीह का ज्योति के सामने जब वो सामने आते समय में उस मसीह का ज्योति से भरकर वो क्या बोलता है? देखो मैं कितना अंधकार से भरा हूं और मैं कितना बड़ा महापापी हूँ। അവനെയാണ് ക്രിസ്തു രക്ഷിക്കുന്നത്. ऐसा व्यक्ति को जो मसीह का ज्योति में आकर अपना बुरा दशा को पहचान लिया है, उस व्यक्ति को प्रभु बचाएगा। എന്നാൽ ഈ ഒരു അവസ്ഥയിലേക്ക് വരാതെ, परंतु ये अवस्था में ना आते हुए, നമ്മുടെ പാപങ്ങൾ മറച്ചു വെച്ചിട്ട് यदि अगर हम अपने पापों को छुपा देंगे तो, നമ്മൾ പുറമേ നീതിമാനായി നടക്കുമ്പോൾ और बाहर रीति से हम लोग बता रहे कि हम लोग अच्छे लोग हैं, धर्मी लोग हैं करके,
യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറയുന്ന സത്യത്തിലേക്ക് നമ്മൾ വരുന്നില്ല. तो फिर ज्योति में चलने का जो सत्य पर हम लोग नहीं आ पा रहे, ദൈവത്തിന്റെ ലക്ഷ്യം എന്താണ്? क्योंकि परमेश्वर का लक्ष्य क्या है? നമ്മുടെ പാപത്തെ, നമ്മുടെ ഉള്ളിലുള്ള ഇരുള് കംപ്ലീറ്റ് നീക്കി നമ്മളെ പൂർണ്ണമായും പ്രകാശമാക്കുക. അത് ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ വന്നെങ്കിൽ മാത്രമേ അത് കഴിയുള്ളൂ. അത് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ആ പ്രവൃത്തി നമ്മളിൽ ആരംഭിക്കുകയാണ്. तो इसके लिए हम देखते समय हमारे अंदर जो अंधकार है उस दशा को हटाकर पूरी तरह से ज्योति में भर दे, यही है प्रभु का उद्देश्य. उस विषय के लिए प्रभु आया था और ये हर एक विश्वासी के अंदर होने वाला कार्य है. और ये काम कब शुरू होता है? जब एक पापी प्रभु को अंगीकार करता है, मसीह का ज्योति से भरकर वो पहचानने लगता है कि मैं कितना बड़ा पापी और अंधकार में हूँ, मुझे मददगार चाहिए, उद्धार करता चाहिए करके जब वो मानकर जब प्रभु यीशु मसीह उसके अंदर कार्य करता है, उस दिन से उसके अंदर ज्योति से भर जाने का कार्य वो कार्य शुरुआत होता है. അപ്പൊ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 1:9 കൂടെ വായിക്കാം. हम इसी के साथ साथ यूहन्ना का सुसमाचार 1:9 भी हम पढ़ेंगे. എപ്പോൾ അവിടെ ജീവനുണ്ടെന്ന് പറയുന്നു, അത് ലൈഫും വെളിച്ചവും ഒരുമിച്ച് കോറിലേറ്റഡ് ആണ്. അതിനെ സെപ്പറേറ്റ് ചെയ്യരുത്. जहां पर भी ज्योति जीवन पढ़ते समय में उसको हमें उसके साथ साथ ज्योति भी है करके हमें ये समझकर हमें पढ़ना है, क्योंकि दोनों साथ में चलने वाली बातें हैं. അപ്പം നമ്മൾ യോഹന്നാൻ 1:9 1:9 में हम पढ़ते हैं, ഏത് മനുഷ്യനെയും, कोई भी मनुष्य, हर एक मनुष्य को, എന്ന് പറഞ്ഞാൽ എത്ര വലിയ പാപിയാണെങ്കിലും हर एक मनुष्य को, यानी कि कोई कितना भी बड़ा पापी क्यों ना हो, അവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. उसको ज्योति में लाए, ये परमेश्वर का आग्रह है. എന്നാൽ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? परंतु मनुष्य क्या करता है? തന്റെ പ്രവൃത്തി വെളിപ്പെടുത്താതെ, उसका कार्य सामने प्रकट ना हो जाने के लिए, വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കാതെ, यानी कि उसका काम ज्योति में प्रकट ना हो जाए, ഇരുളുകൊണ്ട് തന്നെ മറച്ച് वो अंधकार से अपने आप को ढक कर നമ്മള് ഒരു ശരിയായ നിലയിൽ വെളിച്ചത്തിൽ നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലായി തീരുന്നതിനെ കുറിച്ചാണ് കർത്താവ് പരീശന്മാരോട് പറഞ്ഞത്. നിങ്ങളെല്ലാം സ്വയം നീതിവാന്മാരാണ്. तो क्योंकि अपने आप को तुम लोग प्रभु के ज्योति में लाकर तुम लोग ज्योति में बनना नहीं चाहते, बल्कि अंधकार में पसंद रहकर छुपना चाहते हो, यही दशा को, कार्य को देखकर प्रभु फरीसी को कहता है कि तुम्हारा काम ऐसा है करके. അപ്പം നമ്മുടെ 9ാം വാക്യം, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന ട്രൂ ലൈറ്റ്. वहां पर वाक्य 9 में हम पढ़ते कि सच्चा ज्योति जो हर एक मनुष्य को प्रकाश करती है, അതാണ് സത്യ ലൈറ്റ്. അതാണ്, तो वो सच्चा ज्योति वही है, അതാണ് സത്യമായ ജീവൻ. वही है एक सत्य जीवन. ഈ സത്യജീവനും സത്യ ലൈറ്റും അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ലൈറ്റും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ജീവനും ഉണ്ട്. അതുകൊണ്ടാണ് ട്രൂ ലൈറ്റ് എന്ന് പറയുന്നത്. तो यहाँ पर देखो सच्ची ज्योति करके बोला गया है. ऐसा क्यों सच्चा ज्योति करके सच्ची ज्योति बोला गया? क्योंकि इस दुनिया में झूठा ज्योति भी है जो मनुष्य को प्रभु से दूर कर सकता है. इसलिए प्रभु एक सच्चा ज्योति है और इस सच्चा ज्योति की वजह से सच्चा जीवन उत्पन्न होता है. और जो झूठा ज्योति पे विश्वास करेगा उसके अंदर झूठा जीवन भी आएगा. इसलिए प्रभु यहाँ पर सच्चा ज्योति करके शब्द बोला है. അപ്പം ഈ ലൈറ്റിന്റെ ജോലി എന്താണ്? ഈ ലൈറ്റിന്റെ പ്രകൃതി എന്താണ്? ये ज्योति का स्वभाव क्या है, कार्य क्या करता है? ഇരുളിനെ അകറ്റിക്കളയുന്നു, अंधकार को भगा देता है, അല്ലെങ്കിൽ ഇരുൾ എന്താണെന്ന് കാണിച്ചു തരുന്നു, या फिर अंधकार क्या है प्रकट करता है. നമുക്ക് എഫെസ്യ ലേഖനം അതിന്റെ 5ാം അധ്യായത്തിന്റെ 13ാം വാക്യം കൂടെ വായിക്കുമ്പോൾ, एफेसियों का पुस्तक 5:13 भी हम जब साथ में पढ़ेंगे, അവിടെ ലൈറ്റ് എന്ത് ചെയ്യുന്നു എന്ന് കുറച്ചും കൂടെ വിശദമായിട്ട് ലേഖനത്തിൽ ദൈവദാസൻ വെളിപ്പെടുത്തുകയാണ്. वहां पर ज्योति क्या करता है करके वो थोड़ा और स्पष्ट रीति से वो बताया है. 5ാം അധ്യായം, पर जितने कामों पर उल्हाना दिया जाता है वे सब ज्योति से प्रकट होते हैं, क्योंकि जो सब कुछ को प्रकट करता है वह ज्योति है. അവിടെ ആ വാക്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. वहां पर इस वाक्य में खासियत हम देखते हैं, ഓൾ തിങ്സ്, वहां पर सब बातें, എല്ലാ കാര്യങ്ങളും, सब कुछ, यानी कि देखो सब बातें यानी सब कुछ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഗൂഢമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, यानी कि हमारे हृदय में छुपा हुआ, हमारे हृदय में जो भी बातें वो छुपा हुआ हो या ना हो, रहस्य में हो या ना हो, सब बातें, सब कुछ, അത് ക്രിസ്തു എന്ന ലൈറ്റിലൂടെ മാനിഫെസ്റ്റ് ചെയ്യും. വെളിച്ചത്തിൽ നമുക്ക് കാണാൻ പറ്റും, എന്നിലുണ്ട്. എന്നാൽ ക്രിസ്തു പ്രകാശിക്കാത്തപ്പോൾ അത് ഇരുളിലായതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഉള്ളവനാണ്, നമ്മൾ അറിയുന്നില്ല.
तो मसीह जब तक प्रकाश में, हम जब तक रहते समय में हमारे अंदर वो प्रकाश, मसीह जो प्रकाश है हमारे अंदर रहेगा, वो ज्योति रहेगा, तब तक वो सब बातें प्रकट होते रहेगा, सब कुछ बातें प्रकट होते रहेगा उस ज्योति के मदद से, क्योंकि मसीह अंदर है। परंतु अगर मसीह अगर हमारे अंदर नहीं रहेगा, वो व्यक्ति अंधकार में है, तो वो व्यक्ति को पहचानने नहीं होगा कि वो कितना बुरा दशा में है। നമ്മൾ ഈ വാക്യത്തെ സാധാരണ എടുത്തിട്ട് നമ്മൾ ആരിലെങ്കിലും 13ാം വാക്യം, ആരിലെങ്കിലും ഒരു കുറ്റം കണ്ടാൽ അവരെ റിപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ശാസിക്കുക എന്ന അർത്ഥത്തിലാണ് അത് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനല്ലത് എന്ന് പറഞ്ഞാൽ ആ റിപ്രൂവ് എന്നുള്ളത് കൺവിക്ഷൻ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുകയാണ്. നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന അന്ധകാരത്തിൻ്റെതായ കണികളെ യേശുക്രിസ്തുവിന്റെ പ്രകാശം കൊണ്ട് അത് പ്രകാശിപ്പിച്ച് കാണിക്കുകയാണ്. ഇതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് പുറത്തു പോകാൻ ക്രിസ്തു വഴിയൊരുക്കുകയാണ്. ആ പുറത്തു പോകുന്നത് ക്രൂശിലേക്കാണ്, തന്നിലേക്കാണ്. അതിന് ദൈവം ന്യായവിധി കൊടുക്കുകയാണ്. आमीन। इसके लिए हम लोग स्वाभाविक रीति से यह वाक्य लेकर हम क्या बोलते हैं, परंतु जितने कामों को उलाहना दिया है, यानी कि क्या हम लोग दूसरे लोग जब गलती करते समय में उनको हम उलाहना देंगे, उनको सुधारेंगे करके ये वाक्य लेकर हम लोग लेते हैं। परंतु ये वाक्य दूसरों के लिए नहीं है, बल्कि हमारा दशा को बताने के लिए है कि जब प्रभु जो सचमुच सच्चा ज्योति है, वो सच्चा जो ज्योति हमारे अंदर आएगा, तो हमारे अंदर के बुरे कामों को, हमारे अंदर के जो भी दाग से भरा हुआ बातों को वो ज्योति उलाहना करके और उसको बाहर प्रकट कराएगा, उसको एक्सपोज करेगा, बाहर निकाल देगा। और ये ज्योति हमारे अंदर आकर ये अंधकार का काम बाहर निकलते किधर जाएगा? वो उस क्रूस की ओर जाएगा। मतलब प्रभु तुरंत उस बुरे कामों को लेकर उसको क्रूस में खत्म करेगा, क्योंकि क्रूस में है हमारा सारा बुरा कामों को खत्म किया है। എന്നാൽ നമ്മളെ കർത്താവിന്റെ ആത്മാവ് കാണിച്ചു തന്നാലും അത് എടുത്തു മാറ്റാൻ തയ്യാറില്ലാത്ത കാലത്തോളം നമുക്ക് വെളിച്ചത്തിൽ നടക്കാൻ പറ്റില്ല. परंतु भले ही प्रभु ने ये ज्योति बनकर हमारे अंदर आकर सारा गलतियां बता दिया रहेगा, तो भी यदि अगर हम लोगों को उसको हटाने का मन नहीं रहेगा, तो भी तो ऐसा अगर मन नहीं है तो फिर हमको फिर ज्योति में चलने नहीं हो पाएगा। നമ്മള് യോഹന്നാന്റെ സുവിശേഷം 8ാം അധ്യായം 9ാം വാക്യത്തിൽ നമ്മള് പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സഹോദരി അവിടെ കൊണ്ടുവരുന്നുണ്ട്. हम लोग यूहन्ना का सुसमाचार 8 का 9 में वहां पर एक पापनी स्त्री को पकड़कर लाता है करके हम देखते हैं। ഇവിടെ കർത്താവായ യേശുക്രിസ്തു മുഴു വെളിച്ചമാണ്. यहाँ पर हम देखते हैं कि प्रभु यीशु मसीह सच्चा ज्योति है। ഇവിടെ ഈ സഹോദരിയും അതുപോലെ തന്നെ അവരെ പിടിച്ചുകൊണ്ടുവന്ന ആ സഹോദരിയെ പിടിച്ചുകൊണ്ടുവന്ന ആൾക്കാരുടെയും മുമ്പിൽ ക്രിസ്തു വെളിച്ചമായിട്ട് വരുമ്പോൾ അവരുടെ ഉള്ളിൽ തങ്ങൾ മുഴു പാപികളാണെന്നുള്ള ഒരു കൺവിക്ഷൻ അവർ കിട്ടുന്നുണ്ട്. तो यहाँ पर देखो, ये जो प्रभु सच्चा ज्योति है, ये सच्चा ज्योति के सामने ये स्त्री भी आ रहा है और बाकी लोग जो ये स्त्री को पकड़ कर लाया है, वो लोग सब लोग, ये सच्चा ज्योति यीशु मसीह के सामने खड़ा है। और ये सच्चा ज्योति ने क्या किया, उन लोग सब लोगों के अंदर जितने भी मनुष्य वहां पर खड़े थे, वो लोग सब लोगों को बोध दिलाया कि वो लोग उनके अंदर गलत काम है, पाप है करके वो सब लोगों के अंदर बोध हुआ। 8:9 വായിച്ചേ, അത് നമ്മൾ നേരത്തെ വായിച്ച 3ാം അധ്യായത്തിന്റെ 19ാം വാക്യത്തിൽ വായിച്ചതുപോലെയുള്ള ആക്ഷേപം എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷെ അത് അവർക്കത് കൺവിക്ഷനായി, അത് കർത്താവ് എക്സ്പോസ് ചെയ്തു. പക്ഷെങ്കിൽ അത് അവരുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ ഒരു പരിഹാരകനായി മശിഹയെ സ്വീകരിക്കാതെ അവരെ തള്ളിക്കളയുകയാണ് ചെയ്തത്. तो 3 का 19 में जब यूहन्ना में हमने जो पढ़ा, उसी रीति में है ये वाक्यों को भी देखते समय में सच्चा ज्योति जगत पर आया और ज्योति प्रकट हुआ, तो क्या करना चाहिए था? उन लोग उनके अंदर रहने वाला अंधकार को, वो लोग को उस प्रभु के पास जाकर मददगार के पास जाना चाहिए था। ये प्रभु हमें बचाएगा, ये हमारा उद्धार करता है, इसको अगर हम अपना अंधकार का काम देंगे तो ये बचाएंगे करके इस तरह का मनोभावना उन लोगों में नहीं था, जिसकी वजह से उन लोग को प्रभु बचा नहीं पाए, क्योंकि उन लोग को मन नहीं था उनका कार्य प्रकट हो जाए। അവിടെ വായിക്കുന്നത് ബീയിങ് കൺവിക്റ്റഡ് देयर इन कॉन्शियंस, उसका 9 पढ़े। परंतु वे यह सुनकर बड़ों से लेकर छोटों तक एक एक करके निकल गए और यीशु अकेला रह गया। नहीं, हिंदी में वो आया नहीं है, हिंदी में ऐसा आना चाहिए। परंतु जब ये लोग ने ये सब बातें सुना, वो लोग सब लोगों का अपना विवेक में दोष लगा और उनको बुरा लगा कि हम लोग ने कुछ तो गलत किया है करके ये बोध्य हुआ। और बोध्य होते समय में क्या हो गया, ये सुनकर बड़े से लेकर छोटे तक एक एक करके निकल गए। പൂർണ്ണ സത്യമായ, പൂർണ്ണ വെളിച്ചമായ, പൂർണ്ണ ജീവനായ മശിഹ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പ്രകാശിക്കുകയാണ്. എന്ത് ഇരുട്ടാണ് അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നതെന്നും അത് എടുത്തു മാറ്റാനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചതെന്നും അവരെ കൺവിക്ട് ചെയ്യെങ്കിലും അവരത് സ്വീകരിക്കുന്നില്ല. तो यहाँ पर देखो, सच्चा ज्योति और सच्चा जीवन और सच्चा मार्ग प्रभु यीशु मसीह उनके सामने खड़ा रहकर भी, उनके अंदर सच्चा ज्योति प्रकट होने के बाद भी, उनका मन में गवाही मिलने के बाद भी उन लोगों को उस मसीहा जो उनको बचा सकता है, उस मसीहा के पास वो लोग नहीं आ रहे कि वो लोग बच सके। वो लोग इसीलिए वजह से क्या हो गया, पूर्ण रीति से वो लोग छुटकारा नहीं पा रहे। അപ്പൊ യേശുവിനോട് കൂട്ടായ്മയിൽ വന്നാൽ जो कोई यीशु के साथ संगति में आएगा, അവന്റെ ഉള്ളിലുള്ള
ഇരുട്ടിനെ യേശു കാണിച്ചു കൊടുക്കും. उनके अंदर जो उस व्यक्ति के अंदर जो अंधकार का बातें है वो बातों को प्रभु प्रकट करके देगा. അപ്പോൾ ആ വ്യക്തി പറയണം, കർത്താവേ എനിക്ക് ഇന്ന് വെളിപ്പെട്ട് കിട്ടിയ എന്നിലെ കുറവ് അത് എടുത്തു മാറ്റാൻ എനിക്ക് കഴിയില്ല, എനിക്ക് നിന്നെ വേണം, നീ എന്നെ കഴുകണം എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ ആശ്രയിക്കുമ്പോൾ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. Amen. तो इसलिए वो व्यक्ति क्या करना चाहिए? वो व्यक्ति तुरंत प्रभु की उपस्थिति में चरणों में गिरकर बोलना है, हे प्रभु, आज अभी आपने आपके ज्योति के द्वारा मेरे अंदर का जो अंधकार का काम को जो प्रकट करके दिखाया है प्रभु, ये अंधकार का बातों को मैं अकेला इसको बाहर निकाल नहीं सकता, मुझे आपका जरूरत है, आप ही मेरा सहायक हो, आप ही मेरा उद्धार करता हो बोलकर ये अगर सचमुच अगर हम लोग प्रभु की उपस्थिति में अपने आप को अंगीकार करके वो ज्योति बाहर निकालने का मनोभावना में प्रभु की उपस्थिति में समर्पण करेगा तो ऐसा व्यक्ति ज्योति में चल रहा है. അപ്പൊ നമുക്കിനിയും വായിക്കാം. അതായത് യോഹന്നാന്റെ ലേഖനം നമ്മൾ നേരത്തെ വായിച്ചു, നമ്മളെ വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളതിന്റെ അർത്ഥമാണ് നമ്മൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്. तो हम लोग जैसा हमने पढ़ा यूहन्ना का लेखा में कि सच्चा ज्योति में चलना उसका मतलब क्या है, वो अवस्था को हम देख रहे थे. ഇനി അതിന്റെ യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ पहला यूहन्ना उसका पहला अध्याय में 5-ാം വാക്യം, वाक्य 5 में हम पढ़ते हैं. അവിടെ ദൈവം വെളിച്ചമാകുന്നു, वहां पर देखते हैं कि परमेश्वर ज्योति है അവൻ ഒട്ടും ഇരുട്ടില്ല, और उसमें कुछ भी अंधकार नहीं. അപ്പൊ അതിന്റെ ആ സത്യത്തിന്റെ അവതാരമാണ്, ആ സത്യത്തെ യഥാർത്ഥമായി പ്രകീർത്തിച്ച് സാക്ഷ്യം വഹിക്കുകയാണ് യേശുക്രിസ്തു ചെയ്യുന്നത്. तो ये जो सच्चाई की परमेश्वर ज्योति है और उसमें कोई भी अंधकार नहीं, ये एक सत्य है. ये सत्य को पूर्ण रीति से प्रकट करके वर्णन करके तो मनुष्य को रूप धारण लेकर आकर सच्चाई बताया हुआ व्यक्ति है. ये सच्चाई पूर्ण रीति से व्यक्तित्व प्राप्त करके आया हुआ व्यक्ति, वो बात है प्रभु यीशु मसीह मनुष्य बनकर आना. അപ്പൊ ഈ ലേഖനം വിശ്വാസികൾക്ക് എഴുതുകയാണ്. इसलिए ये पत्र जब लिखते समय में ये विश्वासियों के लिए लिखा गया था. അപ്പോൾ ഈ വിശ്വാസിയും നമ്മള് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഈ കർത്താവിന്റെ അടുക്കിലേക്ക് കൂടെ കൂട്ടായ്മയിലൂടെ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നതും നമുക്കറിയാത്തതും എന്നാൽ ക്രിസ്തുവിന് മാത്രം അറിയാവുന്നതുമായ കാര്യങ്ങൾ നാമന്റെ വെളിച്ചത്തിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് കൂട്ടായ്മയിലൂടെ യേശു ക്രിസ്തുവുമായി ഇടപെടുമ്പോഴാണ് അതാണ് അതിന്റെ 6-ാം വാക്യം അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു വെളിച്ചമാണ്. ഈ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ടും ഹൃദയത്തിന്റെ അന്തരംഗം ആ വ്യക്തിക്ക് മനസ്സിലായില്ലെങ്കിൽ അവൻ സാക്ഷാൽ ദൈവപുത്രനായ യേശുവിന്റെ അടുക്കൽ അല്ല വന്നത്. तो इसके लिए यहाँ पर ये विश्वासियों को जब लिखते समय में ये लिखा उद्देश्य इसलिए है कि एक विश्वासी वापस दोबारा प्रभु का संगति में बने रहे. प्रभु जो सच्चा ज्योति है वो सच्चा ज्योति के साथ संगति करने के उद्देश्य में लिखा गया है. इसलिए विश्वासी का काम क्या है? प्रभु के साथ निरंतर संगति करते रहे, बार बार संगति करते रहे ताकि उसके अंदर का जो अंधकार का काम जो है वो बातें प्रकट हो जाए, बाहर निकले. क्योंकि प्रभु सच्चा ज्योति है, जो प्रभु के साथ बना रहेगा वो ज्योति का काम क्या करेगा? अंधकार को बाहर प्रकट करेगा. तो वो अंधकार का काम जब बाहर प्रकट होगा तो प्रभु फिर वो व्यक्ति को मालूम पड़ेगा वो कितना बड़ा अंधकार में है. इसलिए वाक्य 6 में जब पढ़ते समय में ये कहते हैं कि यदि हम कहे कि हम सब हमारा सहभागिता है, हम मसीह के साथ हमारा सहभागिता है पर अंधकार में चल रहा हो, मतलब क्या हो गया? ये विश्वास, ये व्यक्ति का अवस्था क्या है? वो अभी तक सच्चा ज्योति जो प्रभु यीशु मसीह का सच्चा ज्योति का संगति में वो आया नहीं है, उसका पहचान मिला नहीं है, इसलिए वो अभी भी अंधकार में चल रहा है. क्योंकि ज्योति का काम क्या है? वो सब अंधकार को बाहर प्रकट करेगा, वो हमें अंधकार में चलने नहीं देगा. प्रभु का सच्चा ज्योति हमें अंधकार में चलने नहीं देगा. അപ്പോൾ ഇനി 7-ാം വാക്യം വായിക്കുമ്പോൾ और फिर 7 में हम पढ़ते हैं वाक्य 7 में അവൻ വെളിച്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ വെളിച്ചത്തിൽ നടന്നിട്ട് ഇപ്പോൾ വെളിച്ചത്തിൽ ഇരിക്കുകയാണ്. परंतु जैसा प्रभु इस दुनिया में जीते समय में वो ज्योति में चल रहा था और ज्योति में चलकर क्या किया? अभी पिता के दाहिने ओर में ज्योति में ही बैठा है. അപ്പോൾ അവന്റെ അടുക്കിലേക്ക് इसलिए उस ज्योति के पास यदि हम लोग आएंगे, अंधकारम पूर्णമായി മാറാത്ത ഞാൻ मैं जो जिसके अंदर पूर्ण अंधकार हटा नहीं है, അവന്റെ ആ പൂർണ്ണ വെളിച്ചമുള്ളവനിലേക്ക് വരികയാണ്. मैं जो अभी तक पूर्ण अंधकार मेरे अंदर से हटा नहीं है, ये मैं संपूर्ण ज्योति से भरा हुआ उस प्रभु के पास में आ रहा हूँ. അങ്ങനെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ इस रीति से मैं जब संपूर्ण ज्योति के पास जब मैं आऊंगा, അവൻ എന്നിലുള്ള ആയിരിക്കുന്ന അകത്തെ ഭാവഭേദങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഈ വാക്യം നമുക്ക് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യവുമായി ഒന്ന് ചേർത്ത് വായിക്കാം. यही वाक्य को हम इब्रानियों का पुस्तक 4:12 में भी हमें पढ़ना, यानी कि हमारे अंदर का जो भी दुर्दशा है, हमारे अंदर का जो भी परिस्थिति बातें हैं, सोच विचार है, हृदय के विचारे है, वो सब बातों को वो ज्योति जांचेगा.
അവിടെ ആദ്യം അതിന്റെ 12ാം വാക്യം വായിക്കുമ്പോൾ पहला 12 वाक्य जब पढ़ते समय में ദൈവത്തിന്റെ വചനം, परमेश्वर का वचन, അതാണ് യോഹന്നാൻ പറയുന്നത്, വചനം ജഡമായി തീർന്നു. वही യോഹന്നാൻ ने कहा कि जो वचन जो है मनुष्य का रूप धारण लेकर आया, ज्योति बनकर आया. അപ്പൊ എന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ तो मेरे अंदर मसीह है तो എന്റെ ചിന്തകളെയും വിചാരങ്ങളെയും ഉടനെ അനാലൈസ് ചെയ്ത് കാണിക്കും. मेरा सारा चिंता, मेरा सारा मन की भावनाओं और विचारों को वो तुरंत जांचेगा. അപ്പോൾ ഏതെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തയുണ്ടെങ്കിൽ तो अगर मेरे अंदर कोई भी ऐसा विचार है जो परमेश्वर को पसंद नहीं है, അത് ഉടനെ ക്രൂശിലേക്ക് വിടണം. वो तुरंत उसको क्रूज पर लेकर जाना है. ഇങ്ങനെ എന്നെ കഴുകി നിരന്തരം എന്നെ കഴുകി ശുദ്ധീകരിക്കാനാണ് അവനെ ഞാൻ സ്വീകരിക്കുന്നത്, അവന്റെ അടുക്കിലേക്ക് ഞാൻ വരേണ്ടത്. इसलिए इस तरह निरंतर में शुद्धिकरण होकर प्रभु में शुद्ध बना रहने का दशा में रहे, इसके लिए मैं प्रभु के पास बार बार आ रहा हूँ. അവിടെ എന്നിട്ട് നമ്മൾ അതിന്റെ 13ാം വാക്യത്തിൽ വായിക്കുകയാണ്. और फिर 13 वाक्य में हम पढ़ते हैं, അത് തന്നെയാണ് നമ്മൾ എഫേസ്യ ലേഖനം 5:13 സകലവും വെളിച്ചത്താൽ ബോധം വരുന്നു. ആ സകലവും ഇവിടെയും പറയുന്നുണ്ടത്. तो जो हमने एफिसियों का पुस्तक में पढ़ा था, सब कुछ बातें प्रकट, सब कुछ करके जो शब्द करके हमने देखा, वहां पर भी हम देखते कि कोई भी बातें प्रभु के सामने छुपा हुआ नहीं है करके हम पढ़ते हैं. അങ്ങനെ സകലവും അവന്റെ കണ്ണിന് മുമ്പിൽ അവൻ, എന്നിട്ട് അവിടെ ഈ വചനം ക്രിസ്തുവാണെന്നാണ് 13ാം വാക്യത്തിൽ വായിക്കുന്നത്. और फिर ये जो परमेश्वर का वचन वो और कोई नहीं मसीह है करके हम पढ़ते हैं. ആ വെളിച്ചമായി നടന്നവൻ, और वो जो सचमुच ज्योति बनकर चलने वाला ये यीशु मसीह ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. आज ये जब प्रभु दुनिया में रहते समय में वो ज्योति बनकर चला था, ये ज्योति बनकर चला हुआ ये यीशु मसीह आज हमारे हृदय के अंदर ज्योति बनकर बैठा है. എന്തിനാണ് എന്നെ വെളിച്ചത്തിൽ നടത്താൻ? ताकि वो क्यों मेरे अंदर ज्योति के रूप में बैठा है, ताकि मुझे ज्योति में चला सके. ഇങ്ങനൊരു വ്യക്തിയെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനെ ജനത്തെ വെളിച്ചത്തിൽ നടത്താൻ അയക്കുമെന്ന് അനേക പ്രവചനങ്ങളുണ്ട്. ഞാൻ അതൊന്നും എടുക്കുന്നില്ല. നമ്മുടെ വിഷയം ഇത് വെളിച്ചത്തിൽ നടക്കുക എന്നുള്ള കാര്യം മാത്രം ചിന്തിക്കുകയാണ്. इस तरह परमेश्वर अपना एक ऐसा ज्योति को भेजेगा जो अपने लोगों को ज्योति में चलाएगा करके, इस तरह का बहुत से भविष्यवाणियां पुराने नियम में लिखा है. वो सब मैं लेना नहीं चाहता. आज हमारा विषय ये है कि हमें कैसा ज्योति में चलना है, इसलिए वो विषयों में मैं नहीं जा रहा. അപ്പൊ എന്താ വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ? तो ज्योति में चलना मतलब क्या है? നമ്മൾ ഫ്രാങ്ക് ആയിട്ട് ഒരു കാര്യവും മറച്ചു വെക്കാതെ നമ്മുടെ ഉള്ളിലേക്ക്, കാരണം നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ലോക ചിന്തകൾ വരും, ജഡത്തിന്റെ ചിന്ത വരും, ലോക ചിന്തകൾ വരും. ഉടനെ ആ നിമിഷം തന്നെ അത് പ്രകാശത്തിലേക്ക് യേശുവിനോട് പറയണം, അത് എക്സ്പോസ് ചെയ്ത് അതിനെ പുറത്തു കളയാൻ. तो इसके लिए हमें सचमुच सच्चा रीति से खरापन में, सीधापन में हमें रहना है. हम इस दुनिया में जीते समय में हमारे अंदर जो भी विचार, जो भी संकल्प आता है जो परमेश्वर की इच्छा के खिलाफ है, तुरंत उसको हमें प्रभु की उपस्थिति में लेकर आकर प्रभु को बोलना है कि देखो प्रभु ऐसा अंदर आया है करके. इस तरह ईमानदारी से जीना है. അത് അന്ന് വൈകുന്നേരം വരെ ആകാൻ പാടില്ല. मतलब वो तभी जब आपको प्रकट होता है उसको शाम तक रखना नहीं है, जब आया तभी ही करना है उसे. കാരണം അത് അന്ധകാരത്തിൽ നമ്മൾ അത് ഇരുട്ടിൽ മറച്ചു കഴിഞ്ഞാൽ അത് സാത്താന് പ്രവർത്തിക്കാനുള്ള ഒരു ചാനലായി തീരും. क्योंकि अगर वो जो हमारा अंदर जो भी प्रभु के खिलाफ आया विचारों को अगर हमारे अंदर ही संभाल कर रखा, तो क्या होता है, वो हम संभाल के रखने से वो अंधकार में छुप जाता है. अंधकार में छुप गया तो फिर शैतान को कार्य करने का मौका मिलता है. അപ്പൊ നമ്മൾ അത് യാക്കോബിന്റെ ലേഖനത്തിൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. याकूब का पुस्तक में उसका विषय में और स्पष्टता दिया है. അവിടെ അതിന്റെ 14ാം വാക്യം 1:14 याकूब का पुस्तक 1:14 में हम पढ़ते हैं, ഒരുവൻ തന്റെ സെൽഫ് ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടിട്ട്, ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടിട്ട് ലെസ്റ്റ് ഉണ്ടായാൽ, यदि कोई भी मनुष्य, कोई भी व्यक्ति अपना अभिलाषा में वो खींच कर, यानी कि उसके अंदर जो भी अभिलाषा आता है वो उसके खुद के अभिलाषा के कारण है, उस अभिलाषा में अगर वो पड़ जाए तो അതൊരു സീഡാണ്. वो एक बीज के समान उसके अंदर कार्य करेगा. അതിനെ അവിടെ വെച്ച് തന്നെ തകർത്ത് കളഞ്ഞാൽ, अगर उस बीज को जो विचार आया है उसको उधर ही खत्म कर दिया तो അവൻ കൂടുതൽ കൂടുതൽ വെളിച്ചത്തിൽ നടക്കുകയാണ്. तो फिर वो और ज्योति में चलने लगेगा. എന്നാൽ അതിന് വളരാൻ ഒരു മറ ഉണ്ടാക്കി ഇരുട്ടിലേക്ക് അവൻ പോയാൽ, परंतु उस बीज को और उगने के लिए वो जगह देता है और उसको ज्योति में नहीं लाकर अंधकार में छुपा के रखेगा तो वो ज्योति अंधकार में बढ़ने लगेगा. അത് കൺസീവ് ആവും. और फिर वो क्या होगा, वो जन्म लेगा. പാപത്തിന്റെ വിത്തിനെ നശിപ്പിക്കാനുള്ള ദൈവത്തിന്റെ പ്രതിരോധ ശക്തിയാണ് ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചം. तो पाप का बीज जो हमारे अंदर आता है, उस बीज को नाश करने का जो सबसे बड़ा शक्ति है परमेश्वर का वचन. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നമ്മൾ ഈ ഒരു സഹായത്തിന് വേണ്ടി വരാതെ, इसके लिए प्रभु यीशु मसीह के पास इस बात का मदद प्राप्त करने के लिए प्रभु के पास नहीं आएंगे तो
നമ്മൾ ഭക്തനാണെന്ന് നമ്മൾ നിരൂപിച്ചാൽ, तो हम लोग भले ही हम लोग भक्त है करके अपने आप में सोचे तो भी, അതായത് അതിന്റെ നമ്മള് ജെയിംസ് 1 याकूब का पुस्तक पहला अध्याय 26 वाक्യം, उसका 26वां वाक्य में, നിങ്ങളുടെ നാവിന് കടിഞ്ഞാൻ ഇടാതെ, ഈ നാവിന് കടിഞ്ഞാൻ ഇടുന്നത് ആത്മാവാണ്, അല്ലെങ്കിൽ तो കർത്താവായ യേശു ക്രിസ്തുവാണ്. 26 पढ़ना। यदि कोई अपने आप को भक्त समझे और अपने जीभ पर लगाम न दे, देखो, जीभ पर लगाम ना दे मतलब पवित्र आत्मा है जो उस व्यक्ति के अंदर कार्य करता है, ये पवित्र आत्मा को उसके अंदर कार्य करने नहीं देंगे तो, എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മളുടെ വാക്കുകളും നമ്മുടേതായിരിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ടച്ച് ചെയ്ത് നമ്മുടെ നാവിലേക്ക് വരുന്നത്, അതിനെ ബന്ധിപ്പിക്കുന്നത് ഫ്ലഷ് ആണ്, ജഡമാണ്. അതാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ജഡം. तो इसके लिए हमें एक बार हमारे अंदर, സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തെയും നാവിനെയും ബന്ധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. तो इसके लिए हमें एक बात समझ, जीभ पर लगाम देने का मतलब क्या है? हमारे इस विश्वास में चाल चलन में चलते समय में मनुष्य के जीवन में उसके हृदय में जो भी बातें आया है, जो भी संकल्प है, वो संकल्प की बातें से वो जो भी विचार आता है वो हृदय से भरा हुआ बातें है, वो जीभ से बोलता है। तो स्वाभाविक रीति से जो मनुष्य का हृदय में छुपा हुआ बात और जो जबान से निकलने वाली बातें, ये दोनों को मिलाता कौन है? मनुष्य का पापमय शरीर। मनुष्य का पापमय शरीर का जब वो अभिलाषा में जीते समय में वो जो भी हृदय में संकल्प करता है वो उसका होठों से उसको चाहिए करके बोलकर वो बाहर से कहते रहता है। परंतु एक विश्वासी का जीवन में हम देखते समय में उसको हृदय से जो विचार की बातें और उसको जबान से बोलने वाले बातें, ये दोनों बातों को जोड़ने वाला भाग है पवित्र आत्मा। पवित्र आत्मा है जो उस व्यक्ति को नियंत्रण में लाता है। എന്നാൽ നമ്മുടെ ഹൃദയത്തില് നമ്മുടേതായിരിക്കുന്ന ജഡപ്രകൃതിയിൽ ജീവിക്കുമ്പോൾ, परंतु हम अपने शारीरिक अभिलाषा से अगर हम जिएंगे तो, നമ്മൾ ഭക്തനെന്ന് നിരൂപിച്ചാൽ അതാണ് പറയുന്നത്, നമ്മളെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് പുറത്തു കളയാനായിട്ട് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല, ശുദ്ധീകരണം പ്രാപിക്കാൻ വരുന്നില്ല, അവനാൽ കഴുകപ്പെടാൻ വരുന്നില്ല. നമ്മൾ ചില കാര്യങ്ങളൊക്കെയും പ്രാർത്ഥിച്ച് അങ്ങോട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മുടെ അടുക്കിൽ ഒരു ശുശ്രൂഷ ക്രിസ്തുവിന് ചെയ്യാനുണ്ട് മഹാപുരോഹിതൻ എന്ന നിലയിൽ. तो इसलिए वो वाक्य कहता है, यदि तू अपने आप को भक्त कहे और जबान पर लगाम ना दे, मतलब क्या है? वो भक्त कह रहे हैं परंतु प्रभु की उपस्थिति में नहीं आ रहा है। उसके अंदर का अंधकार की बातें जो उसको प्रकट हो गया है उसको बाहर निकालकर क्रूस पर डालने के लिए प्रभु के पास वो नहीं आ रहा है, फिर भी वो अपने आप को भक्त बोल रहा है। मतलब वो फिर कितना बड़ा धोखा में वो जी रहा है। അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും യേശു ക്രിസ്തുവിനെ ആവശ്യമാണ്. इसीलिए हमें निरंतर प्रभु यीशु मसीह का जरूरत है। നമ്മുടെ ജീവിതകാലം കൊണ്ടാണ് ഈ ഇരുട്ട് അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് നമ്മളിലുള്ള അന്ധകാരത്തെ മുഴുവനും കർത്താവ് പുറത്താക്കുന്നത്. हमारे पास जितना जीने का समय है वो पूरा जीवन का समय प्रभु इस्तेमाल करता है हमारे अंदर का अंधकार को बाहर निकालकर क्रूस में खत्म करने के लिए। നമ്മളെ പിതാവിന്റെ മുമ്പിൽ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തണമെങ്കിൽ യേശുക്രിസ്തുവിന് ഇന്ന് അത് ചെയ്തേ പറ്റൂ. तो अगर हमें पिता की उपस्थिति में निष्कलंक और निर्दोष रूप में अगर खड़ा करके रखना है तो आज प्रभु को हमारे अंदर से अंधकार निकालना जरूरी है। അപ്പൊ നമ്മള് വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? तो यदि अगर कहे कि हमें ज्योति में चलना है बोल, उसका मतलब क्या है? നമ്മുടെ ഉള്ളിലേക്ക് പാപത്തിന്റെ സീഡ് വരുമ്പോൾ, जब हमारे अंदर पाप का बीज आता है ഉടനെ യേശുവിനോട് ഏറ്റു പറയുക, तुरंत हमें उसको प्रभु की उपस्थिति में उसको अंगीकार करना है। എന്ന് പറഞ്ഞാൽ അത് നമ്മൾ യാത്രയിലായിരിക്കാം, तो शायद हम लोग यात्रा करते रहेंगे, ഏതെങ്കിലും ജോലി ചെയ്യുമ്പോഴായിരിക്കാം, कुछ काम करते रहेंगे, ഏത് സമയത്തും कोई भी समय में നമ്മള് അത് മുട്ടുമടക്കി ഒരു ഇരുട്ടുള്ള റൂമിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഉള്ള ഒരു സാവകാശം അവിടെ എടുക്കാതെ ആ നിമിഷം ഏറ്റു പറഞ്ഞാൽ ഉടനെ നമ്മളെ അവിടെ അതിന്റെ നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിലേക്ക് വീണ്ടും വരാം. हम लोग ऐसा नहीं है कि हमें मौका, अरे अभी आज मेरे अंदर गंदगी गलत बातें आया इसलिए मुझे घर में जाने तो कमरे में जाकर कमरे में बंद करके प्रेयर में जब रहस्य में प्रार्थना करेगा तभी होगा। ऐसा मौका ना ढूंढते हुए जिस क्षण हमारे अंदर अंधकार का काम प्रकट हुआ है उसी क्षण हमें प्रभु के हाथ में उसको सौंपना है। അപ്പൊ അവിടെ നമുക്ക് ഒന്നും കൂടെ വായിക്കാം. हम लोग वो യോഹन्ना के पुस्तक में हमने जो बातें पढ़ा उसको फिर से पढ़ेंगे। पहला യോഹन्ना എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ പൂർണ്ണ വെളിച്ചമാണ്, പൂർണ്ണ ജീവനാണ്. यानी प्रभु यीशु मसीह जब हमारे अंदर आया तो वो संपूर्ण रीति से ज्योति और संपूर्ण रीति से जीवन बनकर आया है। നാം ഒരു അന്യദേശത്താണ് ജീവിക്കുന്നത്. क्योंकि हम लोग एक अन्य देश में जी रहे हैं। ഇവിടെ ഇത് സാത്താന്റെ സ്ഥലമാണ്. ये शैतान का जगह है। അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് പലതും കടത്തിവിടും. वो हमारे हृदय में बहुत से बातों को हमारे अंदर हृदय में घुसाने की कोशिश करेगा। അതിനെ തകർക്കാൻ മഷിക തന്നെ വേണം. उस बातों को हराने के लिए वो सब बातों को निकाल कर बाहर फेंकना है तो मसीहा प्रभु यीशु मसीह ही चाहिए। നമ്മൾ അത് ഉടനെ അവരോട് പറഞ്ഞാൽ
इसलिए जब अंधकार की बातें हमारे अंदर आएगा, तुरंत अगर प्रभु को बोले तो അപ്പം വെളിച്ചത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വന്നാൽ ഉടനെ അറിയാം, ഉടനെ നമ്മൾ അത് വെളിച്ചമായ ക്രിസ്തുവിനോട് പറയുന്നു. तो यदि अगर हम ज्योति में चलते रहते समय में, तब हमको तुरंत ये बात मालूम पड़ेगा, क्योंकि हमारे अंदर कुछ गलतियां तो तुरंत मालूम पड़ता है। क्यों? क्योंकि हम लोग प्रभु के साथ संगति में चलते समय में, तभी हम ज्योति में चल रहे हैं, तब संगति में चल रहे, तो तुरंत मालूम पड़ता है कुछ अंधकार आया है करके। അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം तब क्या करेगा? तब जब हम बनेंगे तो उसका पुत्र यीशु का लहू സകല പാപവും പോക്കി हम हमारे सब पापों को शुद्ध करता है। എന്ന് പറഞ്ഞാൽ വെളിച്ചത്താൽ ബോധം വന്നതെല്ലാം, यानी कि क्या, उस ज्योति के द्वारा जो भी बातें हमारे अंधकार की बातें प्रकट हुआ है, वो सब बातें പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. वो सब बातें जो अंधकार के ज्योति के द्वारा प्रकट हुआ है, उस ज्योति के द्वारा प्रकट हुआ सब अंधकार की बातों को उस प्रभु शुद्ध करेगा। എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. यानी उसका मतलब ये है कि वो शुद्ध करते रहता है। അപ്പോൾ ആരെങ്കിലും ചിന്തിക്കുകയാണ് എനിക്ക് അങ്ങനെ ഏറ്റുപറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊരാൾക്ക് തോന്നുന്നെങ്കിൽ അവൻ ഇരുട്ടിലാണ്. परंतु यदि कोई कहे कि मुझे ऐसा रोज अंगीकार करने का जरूरत नहीं है, वो रोज ऐसा बोलने का जरूरत नहीं है, ऐसा बोलने वाला व्यक्ति अपने आप को धोखा दे रहा है और वो अभी भी अंधकार में है, सत्य उसमें नहीं है। അവിടെ 7, 8, 9 ഒരു വലിയ സത്യം, അല്ലെങ്കിൽ യേശുവാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കി വ്യക്തിപരമായി യേശുവിനോടുള്ള കൂട്ടായ്മയിൽ നമ്മുടെ ഉള്ളിലെ തിന്മകളെ വെളിച്ചത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പുറത്ത് കളയാൻ തക്കവണ്ണം യേശുവുമായിട്ടുള്ള ഒരു യോജിച്ചുള്ള ഒരു നടപ്പ് നമുക്ക് ഉണ്ടാകുന്നതിനെയാണ് വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. तो उसका 7 और 8 और 9 जब हम पढ़ते समय में बहुत बड़ा सत्य को वो प्रकट करके देता है। उसमें वो ये वाक्य बताना चाहता है कि जगत में आया हुआ सच्चा ज्योति जो प्रभु यीशु मसीह है, ये सच्चा ज्योति जब हमारे अंदर कार्य करेगा, वो हमारे अंदर का सारा अंधकार को वो प्रकट कराएगा, और वो प्रकट किया हुआ सब बातों को जब अंगीकार करते समय में वो सब बातों को शुद्ध करके हमें निर्मल खड़ा रखने का सामर्थ, वो बात का सत्य को ये 3 वचन बताता है। ഇസ്രായേലിലെ പാപം എന്തായിരുന്നു? इस्राएल का पाप क्या था? തങ്ങൾ സ്വന്തം നീതി സ്ഥാപിക്കാനായിട്ട് അവർ മശിഹയെ തള്ളിക്കളഞ്ഞു. उन लोगों ने अपना खुद का धार्मिकता को स्थापना करने के लिए मसीहा को ठुकरा दिया। അപ്പോൾ അതേ സമയത്ത് ഇസ്രായേൽ മക്കൾ വ്യക്തിപരമായിട്ട് ദാവീദിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ നമുക്കറിയാം, അതിന്റെ 27-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറയുകയാണ്, കർത്താവ് നീ എന്റെ വെളിച്ചമാണ്. इसके लिए परंतु हम कुछ व्यक्तियों को देखते हैं पुराने नियम में जो प्रभु की उपस्थिति में अपने आप को समर्पण किया था। उसमें से उदाहरण है दाऊद। वो दाऊद के विषय में भजन संगीता 27 में वहां पर हम कहता है कि दाऊद कहता है कि हे यहोवा परमेश्वर तू ही मेरा ज्योति है। അപ്പോൾ അനേക വചനങ്ങൾ അങ്ങനെ പഴയ നിയമത്തിൽ വിശുദ്ധന്മാര് യഹോവയെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തങ്ങളുടെ വെളിച്ചമായി കണ്ടു. इस तरह पुराने नियम में ऐसे बहुत से भक्त लोग थे, उन लोगों ने परमेश्वर यानी कि यहोवा परमेश्वर ही उनका ज्योति है करके ऐसा पुराने नियम के भक्त लोगों ने देखा था। അവരിലുള്ള തിന്മകൾ ദൈവം കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറായി. उनके अंदर जब भी कोई भी अंधकार की बातें, बुरा बातें, मसीह जो उनका सच्चा ज्योति है जब उनके अंदर प्रकट किया, वो सब बुरा बातों को, अंधकार की बातों को बाहर निकाल कर फेंकने के लिए वो लोग तैयार हो गए थे। ഹാനോക്ക് അങ്ങനെ ദൈവത്തോട് കൂടെ നടന്നു. इस तरह आनोक हम देखते हैं वो प्रभु के साथ चला, ക്രിസ്തു തികവുള്ളവനും ഹാനോക്ക് കുറവുള്ളവനുമായിരുന്നു. क्योंकि हम देखते हैं कि यहोवा परमेश्वर एक सिद्ध व्यक्ति है और आनोक जो है वो सिद्ध नहीं है, वो परिपूर्णता में आया नहीं था, कमजोर व्यक्ति था। എന്നാൽ അവനെ തികഞ്ഞവനാക്കുക, അവനെ തികഞ്ഞവനാക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ ലക്ഷ്യം. परंतु जितना समय आनोक प्रभु के साथ चला, उस समय में प्रभु का लक्ष्य ये था कि मुझे इस आनोक को सिद्ध करना है। നമ്മൾ ഒരു വാക്യം കൂടെ വായിക്കുകയാണ്. और एक वाक्य हम पढ़ते हैं, നമുക്ക് അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇങ്ങനെ വാക്യം വായിക്കുന്നു. लूका का सुसमाचार हम इस तरह पढ़ते हैं 11:36 11 का 36 में 11 का 36 पढ़ेंगे। इसलिए यदि तेरा सारा शरीर उजियाला हो और उसका कोई भाग अंधेरा ना रहे, तो सबका सब उसे ऐसा उजियाला होगा जैसा उस समय होता है जब दिया अपनी चमक से तुझे उजाला देता है। നോക്കുക ഇവിടെ കർത്താവ് പറയുകയാണ്, നമ്മള് അതായത് അന്ധകാരം ഒട്ടുമില്ലാതായി തീരുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ്, ദൈവത്തിന്റെ തികവുള്ള പ്രവൃത്തിയിലേക്കാണ് ദൈവം നമ്മളെ നയിക്കാൻ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചത്. परमेश्वर का आग्रह यह है कि उन्होंने जब अपने पुत्र का सहभागिता और संगति हमको दिया, वो उस उद्देश्य में था कि हमारे अंदर कोई भी प्रकार का अंधकार का बातें ना रहे और पूर्ण रीति से ज्योति का अवस्था में रहे, तभी वो पूर्ण सहभागिता और संगति में हो जाते हैं हम प्रभु के साथ। അവിടെ പൂർണ്ണ
the all shall be full of light എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിൽ full of light വരുന്നത് എങ്ങനെയാണ്? तो यदि उधर അന്ധകാരം देखो, നീങ്ങി 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 यदि तेरा सारा शरीर उजाला हो जाए, यानी कि क्या, जो एक एक अंधकार की बातें, एक एक बातें हटते 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 वो अंधकार के भागों में सब जगह पर ज्योति बरते रहेगा, तो क्या होगा, सब जगह पर फिर उजाला ही रहेगा। അതിന് ക്രിസ്തുവിനോട് വളരെ വ്യക്തിപരമായ ഒരു കൂട്ടായ്മ, മനസ്സ് കേന്ദ്രീകൃതമായ ഒരു കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. इसीलिए उस ऐसा व्यक्ति को मसीह के साथ का एक गहरा संगति होना, गहरा रिश्ता होना जरूरी है, बार बार करते रहना जरूरी है। അങ്ങനെ നമ്മുടെ രക്ഷയുടെ ദേഹിയുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, इस तरह हमारा प्राण का उद्धार का पूर्णता जब प्रभु करेगा, ഒട്ടും ഇരുട്ടില്ലാതെ, फिर कोई भी अंधकार ना रहे, कोई भी अंधकार का भाग ना रहेगा। ഒരു കറയും ചുളുക്കവും മാലിന്യവും ഇല്ലാതെ സഭയെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന്, जिस तरह प्रभु का जिम्मेदारी हम देखते हैं कि बिना कोई दाग और जूरी और निष्कलंकता से, यानी शुद्धता से परमेश्वर की उपस्थिति में खड़ा करके रखने का जिम्मेदारी जो प्रभु ने हमारे लिए लिया है, कलीसिया के लिए लिया है, ഇത് നമുക്ക് ധാരാളമായ തേജസ് കൊണ്ടുവരും. ഈ ഒരു ശുശ്രൂഷയിലേക്ക് നമ്മളെ തന്നെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്താൽ, इस तरह की बातों के लिए जब प्रभु हमारे अंदर पूर्ण रीति सिद्ध करने का बात के लिए अगर हम अपने आप को समर्पण करेंगे, तो നമ്മൾ വെളിച്ചത്തിൽ നടക്കുകയാണ്. तो हम ज्योति में चल रहे हैं। നമ്മൾ ചെല്ലുന്ന പുതിയ യെരുശലേമിൽ ഒട്ടും ഇരുട്ടില്ല. हम जो पहुंचने वाला जो नगर है नया यरूशलेम में, उस नगर में अंधकार बिल्कुल नहीं है। എന്നാൽ ഇവിടെ നമുക്കൊരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. दूसरा कोरिन्थी 4:6 में हम पढ़ते हैं, ദൈവം ഇതിനെ പാത്രമാക്കി തീർക്കുന്നത് മുഴുവൻ ഇരുട്ടുള്ള വ്യക്തികളെയാണ്. അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവരെ നയിക്കുകയാണ് ഓരോ ദിവസവും. प्रभु ऐसे लोगों को चुनता है जो पहले से ही अंधकार के वश में है। ये अंधकार में वश में रहने वाले लोगों को उनके अंदर थोड़ा थोड़ा जीवन का ज्योति देकर, प्रभु का जो उजाला उनमें डाल डालकर महिमा से महिमा में उसको भरकर पूर्ण रीति से प्रकाशमय करता है। ആ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നമ്മൾ വരിക എന്ന് പറഞ്ഞാൽ, उस मसीह की ओर आना है करके जब वचन पढ़ते समय में, ഈ നിലയിലുള്ള ഒരു ശുശ്രൂഷ ക്രിസ്തുവിനെ നമ്മൾ ചെയ്തെടുക്കണം. इस रीति का हमें ज्योति की ओर लाते रहकर पूर्ण ज्योति करे, ये सेवा को प्रभु को हमारे अंदर करना है। അതാണ് കർത്താവ് അന്ത്യ ശുശ്രൂഷയിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ കാല് കഴുകിയപ്പോൾ പറഞ്ഞത്, നിങ്ങളെല്ലാം കുളിച്ചവരാണ്. इसके लिए प्रभु अपना अंतिम सेवा में प्रभु अपना चेलों को पास बुलाकर यूहन्ना 13 में चेलों का पैर धोते समय में प्रभु वो कहता है कि तुम लोग सब नहाए हुए लोग हो, എന്നാൽ ഒരുവൻ ശുദ്ധനല്ല. परंतु तुम में से एक जो है जो शुद्ध नहीं है। അവിടെ നമ്മളെ അതിന്റെ 10 पढ़ना। यीशु ने उससे कहा, जो नहा चुका है उसे पाँव के सिवा और कुछ धोने का प्रयोजन नहीं, परंतु वह बिल्कुल शुद्ध है, और तुम शुद्ध हो परंतु सबके सब नहीं। അപ്പോൾ യൂദയെ സംബന്ധിച്ചിടത്തോളം അവൻ കുളിച്ചിട്ടില്ല. परंतु यूदा के विषय में लिखा गया है कि वो अभी तक नहाया ही नहीं है, അതുകൊണ്ട് അവന്റെ കാല് കഴുകേണ്ട ആവശ്യമില്ല. इसलिए यूदा का पैर धोने का भी जरूरत नहीं था। എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, परंतु जो नया जन्म पाए हुए व्यक्ति के विषय में देखा जाए तो നിരന്തരം ക്രിസ്തുവിനോടൊരു പങ്കാളിത്തം, ക്രിസ്തുവിന്റെ ആ കഴുകൽ നമ്മൾ വചനത്തിലൂടെ പ്രാപിക്കാനായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ വെളിച്ചത്തിൽ, വാസ്തവമായി വെളിച്ചത്തിൽ നടക്കുകയാണ്. इसलिए एक विश्वासी निरंतर प्रभु की उपस्थिति में बार बार वो आ रहा है, बार बार प्रभु के संगति के लिए वो बार बार आ रहा है, ताकि उसके अंदर का अंधकार का बातें प्रकट होकर, वो एक्सपोज होकर, वो प्रभु की उपस्थिति में उसके अंदर जो भी अंधकार है प्रभु को सौंप सके। जैसे ही वो ऐसा करते रहेगा, वो वास्तव में क्या कर रहा है, ज्योति में चल रहा है। നമ്മളിങ്ങനെ നിരന്തരം കഴുകൽപ്പെടുമ്പോൾ, इसलिए इस तरह बार बार अगर हम धुलते रहेंगे तो നമുക്കറിയാം ഈ പാപത്തിന്റെ ഇരുട്ടിന്റെ ഒരു ഫ്ലോ നമ്മളിൽ നിന്ന് കുറഞ്ഞിട്ട് നിത്യജീവന്റെ വെളിപ്പാടുകൾ, നിത്യജീവന്റെ വചനം നമ്മളിൽ ഒഴുകാൻ തുടങ്ങും. तो इस तरह क्या होगा, बार बार प्रभु की उपस्थिति में आते रहेगा तो अंधकार का जो सामर्थ का काम है, जो हमारे अंदर बहकर आ रहा था, वो बहने का शक्ति, अंधकार का बहने का शक्ति कम होते रहेगा, और प्रभु का अनंत काल का जीवन का ज्योति का प्रकाश और वो ज्योति में और नया नया प्रकटीकरण की बातें वो हमारे अंदर अधिकतर बहने लगेगा। അങ്ങനെ പുറമെയുള്ള മനുഷ്യൻ കുറഞ്ഞു കുറഞ്ഞു വരികയും അകത്തുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ശക്തി പ്രാപിച്ച് ക്രിസ്തുവിന്റെ രൂപത്തോട് സദൃശരായി തീരുന്നു. इस तरह बाहरी मनुष्य प्रतिदिन कमजोर होते जाता है, कम होते जाएगा, कमजोर होते जाएगा, परंतु अंदरूनी मनुष्य प्रतिदिन मसीह में बलवान होते जाएगा। നമുക്ക് 8:12 വായിക്കാം. യോഹന്നാൻ 8:12. हम लोग यूहन्ना 8:12 भी पढ़ेंगे। ഈ ഒരു ആശയത്തിന് വേണം നമ്മൾ ക്രിസ്തുവിന്റെ പിന്നാലെ ചെല്ലാൻ. इस विषय से है हमें प्रभु के पीछे जाना है। അവിടെ വായിക്കുകയാണ്,
वहां पर हम पढ़ते हैं, ഞാൻ മാത്രമാണ് അല്ലെങ്കിൽ യേശുക്രിസ്തു മാത്രമാണ് ലൈറ്റ്. वहां पर लिखा है कि जगत का ज्योति मैं ही हूँ. मतलब एकमात्र व्यक्ति जो एक ही व्यक्ति है जो ज्योति है, वो एक ही व्यक्ति और कोई नहीं है, वो है यीशु मसीह. അപ്പൊ അതിനുവേണ്ടി ഒരാൾ എന്റെ പിന്നാലെ വന്നാൽ तो सिर्फ ये बात के लिए कि यीशु ही एकमात्र ज्योति है, ये बात जानकर यदि कोई प्रभु के पीछे आए तो അവൻ എന്തുണ്ട്? तो क्या होगा? അവൻ ഒരിക്കലും ഇരുട്ടിൽ നടക്കത്തില്ല. അവന് നിത്യത മുഴുവനും വെളിച്ചമാണ്. तो वो अंधकार में कभी नहीं चलेगा, बल्कि वो हमेशा अनंतता तक वो ज्योति में ही चलते रहेगा. നരകത്തിൽ ഡാർക്ക്നെസ് ആണ്. हम देखते हैं अंधकार, जो नरक में अंधेरा है, കാരണം അവർ ജീവിച്ചിരുന്നപ്പോൾ തങ്ങളുടെ പ്രവൃത്തിയുടെ ദുഷ്ടതയെ ദൈവസന്നിധിയിൽ സമ്മതിച്ച് പറയാതെ അവർ മറച്ചു വെച്ച് അവർ അന്ധകാരത്തിലേക്ക് പോയി. क्योंकि वो लोग ऐसे लोग थे जो प्रभु का ज्योति जब उनके पास आते समय में वो लोग नहीं चाहते थे कि उनका अंधकार का काम बाहर प्रकट हो, इसलिए वो अंधकार के कामों को अपने जीवन में छुपा के रखा, जिसके वजह से और अंधकार में वो लोग चलते गए. इसलिए जिंदा रहते समय में उन लोग को अंधकार पसंद था, अंधकार में जी रहे थे, ज्योति में नहीं आना चाहते थे. मरने के बाद भी वो लोग नरक, जो पूरा अंधकार का जगह है, वहीं पर जाएंगे वो लोग. അവരെ പോലെ നമ്മളും പാപികളായിരുന്നു. उनके जैसा हम लोग भी एक समय में पापी थे, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? परंतु हम लोगों ने क्या किया? ഈ വെളിച്ചമായവന്റെ അടുക്കിലേക്ക് നമ്മൾ ഇരുട്ടായി നമ്മൾ വരുമ്പോൾ हम लोग ये जो सच्चा ज्योति प्रभु यीशु मसीह के सामने, हम जो अंधकार है, अपना अंधकार को समझकर हम लोग ये ज्योति के पास आकर, അവൻ നമ്മളെ ഇരുട്ട് നീക്കി अगर तो ऐसा समझकर प्रभु के पास आएंगे तो ये प्रभु हमारा अंधकार हटाएगा നമ്മളെ വെളിച്ചത്തിന്റെ മക്കളാക്കി തീർക്കുന്നു. और हमें ज्योति का संतान बनाया. ഈ വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളത് നമ്മളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഹൃദയാഗ്രഹമാണ്. इसलिए ज्योति में चलो करके जब प्रभु बोलते समय में ये परमेश्वर का बहुत गहरा आग्रह है जो हमारे विषय में उसको पूरा करना है. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. इसलिए प्रभु हमें सहायता करे. സഹോദരന്മാരെ, നമ്മൾ കൈയോട് കൈ ചേർത്ത് പിടിച്ച്, നമ്മളെ ആരും പെർഫെക്റ്റ് അല്ല, നമ്മളിൽ ഓരോരുത്തരിലും കർത്താവ് ഇടപെട്ട് ഈ അന്ധകാരത്തിന്റെ ഡിഗ്രി കുറച്ച് പ്രകാശത്തിന്റെ മെഷർ വർദ്ധിപ്പിച്ച് വരാനുള്ള ദൈവത്തിന്റെ ഈ പദ്ധതിയിൽ പങ്കാളികളായി തീരാം. നമുക്ക് അന്യോന്യം അതിനെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. इसलिए प्रियो, हम लोग सब लोग हाथ में हाथ मिलाए रखे. इसमें कोई ऊंचा नहीं, कोई बड़ा नहीं, कोई छोटा नहीं, हम लोग सब लोग इसमें साथ है. इसलिए हम लोग सब लोग साथ में बने रहे, एक मन में बना रहे. जब हम लोग एक साथ रहकर संगति में बने रहेंगे तो हम लोग सबके अंदर वो ज्योति का कार्य होगा और हमारे अंदर का अंधकार बाहर निकलते रहेगा. और इस तरह हम लोग सब लोग ज्योति में बढ़ते रहेंगे और प्रभु का कार्य और आसानी से हमारे अंदर कार्य होगा. इसलिए हमें संगति का बहुत जरूरत है. इसलिए भाइयों, हम लोग सब संगति में बना रहकर प्रार्थना पूर्वक जिए. प्रेज द लॉर्ड. Praise the Lord.